അങ്ങനെ പാതിരാത്രി ആയിട്ടാകുമ്പോൾ നമ്മൾ പോകാൻ തിരിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ കഴിഞ്ഞു. അതായത് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ മിഠായി തെരുവ് റിക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആടെ എത്തിച്ചാകുമ്പോൾ കാണാൻ ഇത്ര ആളെല്ലാം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ ആളുണ്ട് നാളെ പോയിട്ടാകുമ്പേ അറിയും. പക്ഷേ എന്തോ ഒരു ചേലന്നെ കേട്ടോ ഈ ബീച്ച്, ഇങ്ങനെ ആളുണ്ടാവുമ്പോൾ പാങ്ങ്. അങ്ങനെ നമുക്ക് കുറേ ഐ ലവ് കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ട് അവിടെ പോയി എന്നറിയണമല്ലോ. അങ്ങനെ കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് തിരിയുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഉപ്പിലിട്ട സാധനം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് 1-2 പീടല്ല, അതായത് ഒരു 1000 പീടനെ ഉണ്ടാവും വേണമെങ്കിൽ ചെല്ല, അത്രയും പീടയുണ്ട്. അങ്ങനെ ആൾക്കാർ ഇത് വാങ്ങാനും ഇത് തിന്നാനും ഇതിൻ്റെ ഇടയിൽ നൊഞ്ഞാണ് നമ്മൾ പോണത്. ഇവർ കുപ്പിയിലിട്ടിട്ട് ഇതെല്ലാം മുറിച്ചിട്ട് വെക്കുന്ന കാണാനല്ലോ. എന്തോരം വാങ്ങാൻ മാങ്ങയും ക്യാരറ്റും എല്ലാ സാധനമുണ്ട്. പിന്നെ ഇതൊരു ഹോട്ട് ചോക്ലേറ്റാണ്. ഇത് ഭയങ്കര വീഡിയോയിലും ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മേങ്ങിയിട്ടാണ്. അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതൊരു ഗെയിം സെക്ഷനാണ്. ഇങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്കും ഗെയിം സെക്ഷൻ, ബോക്സിങ്, അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ട് നമ്മളെ തിരമാല കാണാൻ വേണ്ടിയിട്ട് അടയിരുന്നു. എന്തെല്ലോ മേങ്ങിയിട്ട് തിന്നിട്ട് അടയിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എന്താക്കുന്നത് എന്തെല്ലോ തിന്ന്. സെമീർച്ച നിന്നിട്ട് തിന്ന്, ബാധ ഇരുന്നിട്ട് തിന്ന്. ഇതാണ് ചോറിൻ്റെ ഐസ് മേങ്ങിയിട്ടാണ് നമ്മൾ ഈ കടൽക്കരയിൽ ഇരുന്നിട്ട് തിന്നുന്നത്. അതിന് കടൽക്കരയിൽ രാത്രിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വിചാരിച്ച് ചോറിൻ്റെ ഐസ് പിന്നെയും മേങ്ങാം. മധുരത്തിൻ്റെയും ഉണ്ട് ഉപ്പിൻ്റെയും ഉണ്ട്. ഈച്ച ചോദിക്കുന്നുണ്ട് എന്ത് യൂട്യൂബിലുണ്ടാ വീഡിയോ ഉണ്ടാ. അപ്പോൾ നമ്മൾ ചില ഉണ്ട്. അപ്പോൾ എന്നാ നേരെ എടുത്തൊന്ന് ചെല്ലിട്ട് ഈച്ച എന്താക്കി നല്ല പാങ്ങൽ മുഞ്ചിലാക്കിയിട്ട് തന്ന് 3 ഗ്ലാസ് കയ്യിലെല്ലാം വെച്ച് അങ്ങനെയെല്ലാം ചെറുപുളിയെല്ലാം പിഞ്ഞ് അങ്ങനെ എന്താക്കുന്നത് നമ്മളോട് ചോദിക്കുന്നത് എന്ത് പേര് യൂട്യൂബിൻ്റെ എല്ലാം ഒന്ന്. നമുക്ക് പിന്നെ കഴിയുന്നില്ല, പേടിപ്പോയാലും ഫാൻസ് സാർ തന്നെ. അങ്ങനെ ഈ ചെക്കനില്ലേ അത് നല്ല പാടാണ് ബോക്സിങ് കളിക്കുന്നത്. ഇതൊരു ട്രെയിനിൽ അങ്ങനെ എന്തോ ഗെയിമിൽ കളിക്കുന്നത്. അങ്ങനെ ഇവിടെ കുറേ ഗെയിമിൻ്റെ ഇതുണ്ട്. അതായത് 100 രൂപ കൊടുക്കണം ഒരാൾ. 100 രൂപ കൊടുത്തിട്ട് കുറേ ബോയ്സ്, അതായത് കുറേ ബോയ്സ് ബോക്സിങ്ങിൻ്റെ കളിക്കാനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഒരു പിള്ളേർ ഇവിടെ ഇത് കളിക്കുന്നുണ്ട്. അതിന് ഇങ്ങനത്തെ ഗെയിം എന്തെല്ലോ ഗെയിം. എന്നാൽ ഈ പെണ്ണ് പേടിച്ചിട്ട് കാര്യമെല്ലാം ഉണ്ടായി. അങ്ങനെ ഞമ്മ വിചാരിച്ച് ഇനി എന്താക്കാം, നമുക്ക് വേറൊരു സൈഡിലേക്ക് നടക്കാം. നമ്മൾ 2 സൈഡിലേക്ക് നടന്നിട്ട് പോയതാണ്. അങ്ങനെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇരുന്ന്. എന്നാലും നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് ഈ ചെക്കൻ്റെ ഇത് കഴിഞ്ഞിട്ടേ ഉണ്ടായിട്ടാ. ഈ ചെക്കനും പിന്നെയും കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പറ ആൾക്കാർ പോയെങ്കിൽ ഓർക്കും കിട്ടും കുത്തും. അതുകൊണ്ട് ആ സൈഡിൽ ഈ സൈഡിൽ ആരും നിന്നിട്ട് ആ ചെക്കനക്ക് മാത്രം ഒരു ഗ്രൗണ്ട് ഇളക്കിയിട്ട് കൊടുത്ത്. അങ്ങനെ നമ്മൾ വരാനാകുന്ന സമയത്താണ് ഈ കാഴ്ച. അതായത് പാട്ട് പാടുന്ന പറയുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമല്ലോ. അങ്ങനെ ഞമ്മന്തൊക്കെ ഈ പിള്ളേരുടെ മുമ്പിൽ തന്നെ ഞമ്മ ഇരുന്ന്. സമയം ഇപ്പം 2 മണിയായി. ഇതുവരെ ഇവിടെ ആൾ തന്നെ. ആ 3 പെണ്ണ് പിള്ളേർ എക്സ്ട്രാ എടുത്തോ പിള്ളേരാണ് ഓർ വന്നത് പാട്ട് പാടാൻ. ഒരു നല്ല പാടുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ ഈ പിള്ളേരൊക്കെ തന്നെ പാട്ട് പാടി. ഇപ്പം ഈ വീഡിയോയുള്ളൂ, ഇതിൻ്റെ വേറെ വീഡിയോ ഉണ്ടായി, അതെന്തോ മിസ്സായിപ്പോയി. അങ്ങനെ നമ്മൾ ഈ പാട്ടെല്ലാം കേട്ടിട്ട് നമ്മൾ പോകാനുള്ള സമയം നമുക്ക് ഭയങ്കര ബേജാറുണ്ടായിന്. ഈ പിള്ളേരെ പാട്ടെല്ലാം കേട്ട് നിർത്തുന്നത്. അപ്പോൾ സമയം 3 മണിയായി പാതിരാത്രി. അങ്ങനെ നമ്മൾ എന്തൊക്കെ നമ്മൾ ട്രെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഷെയർ ആക്കണം, സപ്പോർട്ട് ആക്കണമോ. അങ്ങനെ നമ്മൾ 3 മണി നമ്മൾ ട്രെയിനിലേക്ക് പോകുന്നത്. അങ്ങനെ ബൈ. അങ്ങനെ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും